ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. SSCRT ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് അതിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ചരിത്രത്തിലേക്ക് എന്ന പാഠമാണ്. നമുക്കറിയാം ഇനി LDC എക്സാം ആണെങ്കിലും LPUP എക്സാം ആണെങ്കിലും ഒരു മാക്സിമം പോയാൽ 6 മാസം, അതാണ് നമുക്ക് മുമ്പിലുള്ള സമയം എന്ന് പറയുക. അതിനുമുമ്പ് നമുക്ക് പഠിക്കേണ്ട സിലബസ് പഠിച്ചു തീർക്കണം. അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കും എന്ത് ചെയ്യണം, SSCRT ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ് LPUP എക്സാമിന്. അപ്പോൾ തീർച്ചയായിട്ടും ടെക്സ്റ്റ് ബുക്ക് നമ്മൾ എന്ത് ചെയ്യണം, നന്നായി പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നതായിരുന്നു. ഉപകാരപ്രദമാകുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യണം, ഒന്ന് എത്തിക്കണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡിയർ ടീച്ചേഴ്സ്, നമ്മൾ സോഷ്യൽ സയൻസിൽ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് പാർട്ടിലെ ആദ്യത്തെ ചാപ്റ്ററായ ചരിത്രത്തിലേക്ക് എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 5ാം ക്ലാസ്സിലെ ചാപ്റ്ററുകളൊക്കെ വളരെ കുറച്ച് വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പാഠങ്ങളാണ്. അപ്പോൾ ഇതും വളരെ ചെറിയൊരു പാഠമാണ്. നമുക്ക് നോക്കാം. ആദ്യം ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ചരിത്രത്തിലേക്ക് എന്ന പേര് സൂചിപ്പിക്കുമ്പോൾ എന്താണ് ചരിത്രം എന്ന് നമ്മൾ അറിയണം, അല്ലേ? മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം. മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലുകളാണ് ചരിത്രം. അപ്പോൾ എന്താണ് ചരിത്രം എന്ന് പറഞ്ഞു. ഇനി ഈ ചരിത്രത്തിനെ നമുക്ക് രണ്ടായിട്ട് നമ്മൾ തരംതിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണത്? ചരിത്രാതീത കാലവും ചരിത്രകാലവും. അപ്പോൾ ചരിത്രത്തിൽ രണ്ടായി തരംതിരിക്കാം, ചരിത്രാതീത കാലവും ചരിത്രകാലവും. അപ്പോൾ മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ചരിത്രാതീത കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലമാണ് ചരിത്രാതീത കാലം. അതായത് കൃത്യമായി എഴുതി വെച്ചിട്ടുള്ള രേഖകളൊന്നും തന്നെ ഇല്ലാത്ത കാലമാണ് ചരിത്രാതീത കാലം. അപ്പോൾ എവിടെ നിന്നായിരിക്കും ഈ സ്രോതസ്സുകളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം? എവിടെ നിന്നായിരിക്കും? അവർ പണ്ട് കാലത്ത് അല്ലെങ്കിൽ ഈ ചരിത്രാതീത കാലത്ത് അവരുപയോഗിച്ചിരുന്ന ആ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ. അപ്പോൾ അത് എന്തുകൊണ്ടുള്ള ഉപകരണങ്ങളായിരിക്കും? കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഗുഹാചിത്രങ്ങൾ, അപ്പോൾ ഭീംബേദ്ക ഗുഹാചിത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഭീംബേദ്ക എവിടെയാണ്? മധ്യപ്രദേശിലാണ് ഭീംബേദ്ക ഉള്ളത്. അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ചിത്രങ്ങൾ ചരിത്രാതീത കാലത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇനി അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ചരിത്രാതീത കാലം. ഇനി ചരിത്രകാലം എന്ന് പറഞ്ഞാൽ കൃത്യമായി എഴുതപ്പെട്ടിട്ടുള്ള രേഖകളുള്ള കാലമാണ് ചരിത്രകാലം. അപ്പോൾ എന്തൊക്കെയായിരിക്കും അതിന് നമുക്ക് തെളിവ് എവിടെ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം? പുസ്തകങ്ങൾ, താളിയോലകൾ, ശിലാലിഖിതങ്ങൾ, പഴയകാല നാണയങ്ങൾ. അപ്പോൾ എവിടെ നിന്നൊക്കെ ആയിരിക്കും ചരിത്രകാലത്തെക്കുറിച്ചിട്ടുള്ള അറിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കുക? പുസ്തകങ്ങൾ, പഴയകാല നാണയങ്ങൾ, താളിയോലകൾ, ശിലാലിഖിതങ്ങൾ, അല്ലേ? നമ്മളപ്പോൾ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു, ചരിത്രകാലത്തെക്കുറിച്ച് പറഞ്ഞു, ചരിത്രാതീത കാലത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി അപ്പോൾ ഈ കഴിഞ്ഞ കാലത്ത് മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ടാവുമല്ലോ. അതായത് ഈ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ പുസ്തകങ്ങൾ, താളിയോലകൾ, ശിലാലിഖിതങ്ങൾ, പഴയകാല നാണയങ്ങൾ, ഇതുപോലെയുള്ള കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥലത്തെ പറയുന്ന പേരെന്താ? അതാണ് മ്യൂസിയം. എല്ലാവർക്കും അറിയാം, അത് മ്യൂസിയം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മ്യൂസിയം മാത്രമാണോ? അതായത് നമുക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കും അതൊക്കെ. ഇപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് മ്യൂസിയത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതുപോലെ അല്ലാത്ത വസ്തുക്കൾ നമ്മൾക്കപ്പോൾ എങ്ങനെയായിരിക്കും സൂക്ഷിക്കുക? കോട്ടകൾ, കെട്ടിടങ്ങൾ, സ്മാരകങ്ങൾ, ഇവയൊക്കെ സംരക്ഷിക്കപ്പെടുന്നില്ലേ? ഇതും ഇതുപോലെ തന്നെയുള്ള പഴയ കാലത്തുണ്ടായിരുന്ന കാര്യങ്ങൾ സംരക്ഷിക്കുന്നതാണ്. അപ്പോൾ അതുപോലെയുള്ളൊരു ഉദാഹരണമാണ് പാലക്കാട് കോട്ട. പാലക്കാട് പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയാണിത്. ഈ കോട്ടയ്ക്ക് 200 വർഷത്തിലധികം പഴക്കമുണ്ട്.
അപ്പോൾ അത് ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അത് കാണാനായിട്ട് ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഇതും നമ്മളിതുപോലെ നമ്മുടെ പഴയ എന്താ പറയുക, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ്. ഇനി ഈ ചാപ്റ്ററിൽ പറയുന്നത് പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര സമ്പ്രദായങ്ങളെക്കുറിച്ചാണ്. അതിൽ കുടക്കല്ല്, മുനിയറ, നന്നങ്ങാടി എന്നിങ്ങനെ 3 ശവസംസ്കാര രീതികളുടെ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതല്ലാതെ നമ്മൾ കേട്ടിട്ടുണ്ടാവും നടുകല്ല്, തൊപ്പിക്കല്ല്, വീരക്കല്ല്, തുടങ്ങിയിട്ടുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം തന്നെ എന്താണ്? ശവസംസ്കാര രീതികളായിരുന്നു. അതായത് പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര സമ്പ്രദായങ്ങളാണ്. അതിലെങ്ങനെയൊക്കെയാണ് അടക്കം ചെയ്തിരുന്നത് എന്നതാണ്. ഇതിൽ കുടക്കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓലക്കുട ഉണ്ടല്ലോ, ആ ഓലക്കുടയുടെ ആകൃതിയാണ് ഈ കുടക്കല്ലിനുള്ളത്. കേരളത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണപ്പെടുന്ന ഒരു ശ്മശാന സ്മാരകം ആണ് ഇത്. 3-4 ചെങ്കൽ പലകകൾ തൂണുപോലെ നിവർത്തി വെച്ച് അതിനു മുകളിൽ കുടയുടെ ആകൃതിയിലുള്ള കൽപ്പാളി വെക്കുന്നു. ഈ നിർമ്മിതിയെയാണ് കുടക്കല്ല് എന്നറിയപ്പെടുന്നത്. അപ്പോൾ പോർക്കുളവും ചെറമനങ്ങാടും എന്നീ 2 സ്ഥലത്താണ് ഈ കുടക്കല്ലുകൾ കാണപ്പെട്ടിട്ടുള്ളത്. എന്താണ് ഇപ്പോൾ മുനിയറ? മുനിയറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേശയുടെ ആകൃതിയാണ് ഇതിനുള്ളത്. ലംബമായി നാട്ടിയ വലിയ കൽപ്പാളികളെ അവയുടെ മുഖ്യഭാഗം അതാണ്. ഇവയ്ക്ക് മേലൊരു തൊപ്പിക്കല്ലും ഉണ്ടാകും. ഇത്തരത്തിൽ കൽപ്പാളികൾ ചേർത്ത് വയ്ക്കുമ്പോൾ അവയ്ക്കിടയിൽ ഒരു ചതുരാകൃതിയിലുള്ള ഒരു അറ രൂപപ്പെടും. ഇതാണ് മുനിയറ. ഇനി പറയുന്നത് നന്നങ്ങാടിയാണ്. നന്നങ്ങാടിയുടെ പ്രത്യേകത കേരളത്തിലെ ശവമടക്കു രീതികളിൽ ഏറ്റവും പ്രചാരമുണ്ടായിരുന്നത് നന്നങ്ങാടികൾക്കായിരുന്നു. നേരത്തെ എന്താ പറഞ്ഞത്? കുടക്കല്ല്. കുടക്കല്ല് എന്താണ്? ഏറ്റവും പ്രധാനമായി കാണപ്പെടുന്ന ശ്മശാന സ്മാരകമാണ് ഇത്. എന്നാൽ ഏറ്റവും പ്രചാരമുണ്ടായിരുന്നത് നന്നങ്ങാടികൾക്കായിരുന്നു. ഭൗതികാവശിഷ്ടം അടക്കം ചെയ്ത് നേരിട്ട് മണ്ണിനടിയിൽ മൂടുന്ന പാത്രങ്ങളാണ് നന്നങ്ങാടികൾ. സാധാരണയായി ഒറ്റ തിരിഞ്ഞാണ് നന്നങ്ങാടികൾ കാണപ്പെടുന്നത്. നന്നങ്ങാടികളുടെ ശൃംഖലകൾ വളരെ ചുരുക്കമായേ കാണുന്നുള്ളൂ. നന്നങ്ങാടികളും കുഴികളും സാധാരണയായി കൽപ്പലകൾ കൊണ്ട് മൂടാറുണ്ട്. ചിലപ്പോൾ മൺപാത്രങ്ങൾ കൊണ്ട് ഇവ മൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതാണ് മുനിയറ, കുടക്കല്ല്, നന്നങ്ങാടി. ഇതല്ലാതെ നടുകല്ലെന്ന് കേട്ടിട്ടുണ്ട്, തൊപ്പിക്കല്ലെന്ന് കേട്ടിട്ടുണ്ട്. അതിൽ നടുകല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒറ്റ കല്ലുകളാണ് ഇവ. ഇവയെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. നാട്ടുകല്ല്, നടുക്കല്ല്, പടക്കല്ല് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇനിയുള്ളത് തൊപ്പിക്കല്ലാണ്. നന്നങ്ങാടികൾക്ക് മേൽ മൂടി പോലെ വെക്കുന്ന അർദ്ധഗോളാകൃതിയിലുള്ള കൽപ്പാളികളാണ് തൊപ്പിക്കല്ലുകൾ. സാധാരണയായി പരന്ന ഒരു കൽപ്പാളിയാണ് നന്നങ്ങാടികളുടെ മൂടിയായി ഉപയോഗിക്കാറുള്ളത്. എന്നാൽ തൊപ്പിക്കല്ലുകളുടെ കാര്യത്തിൽ തൊപ്പിയുടെ ആകൃതിയുള്ളവയാണ് മൂടികൾ. അതുകൊണ്ടാണ് അവയെ തൊപ്പിക്കല്ലുകൾ എന്ന് പറയുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ചെറമനങ്ങാടും എയ്യാലുമാണ് തൊപ്പിക്കല്ലുകൾക്ക് പ്രസിദ്ധമായ ഇടങ്ങൾ. അപ്പോൾ നമ്മളിതിൽ മ്യൂസിയത്തെക്കുറിച്ച് പറഞ്ഞു. മ്യൂസിയം, അതായത് ഒരു ചരിത്ര മ്യൂസിയം ഉണ്ടെങ്കിൽ അതിന് എന്തൊക്കെ ഉണ്ടായിരിക്കും, എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അടങ്ങിയിട്ടുണ്ടായിരിക്കാം. അവിടെ അവർ പണ്ട് കാലത്തെ ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള നാണയങ്ങൾ, താളിയോലകൾ, പഴയകാല വിളക്കുകൾ, പഴയകാല പാത്രങ്ങൾ, പഴയകാല വീട്ടുപകരണങ്ങൾ, കാർഷികോപകരണങ്ങൾ തുടങ്ങിയവയൊക്കെ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരിക്കും. നമുക്കവിടെ കാണാൻ സാധിക്കും. പിന്നീട് നമുക്കിതിൽ നോക്കാനുള്ളത് കാലഗണന എന്നാണ്. അതായത്
ഇന്ന് ലോകത്ത് പൊതുവായിട്ട് കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്തു വർഷമാണ് അല്ലേ? യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി കാലത്തെ AD BC എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഇതിൽ AD എന്ന് പറഞ്ഞാൽ അന്നോ ഡൊമിനിയാണ്. ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലമാണ് AD. ഇനി ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം, അതാണ് BC, ബിഫോർ ക്രൈസ്റ്റ്. ഇത് യഥാക്രമം CE കോമൺ ഇറ അല്ലെങ്കിൽ BCE ബിഫോർ കോമൺ ഇറ എന്നും ഉപയോഗിക്കാറുണ്ട്. ഇതിൽ അന്നാ ഡൊമിനി, അതായത് AD എന്ന് പറയുന്നത് അന്നാ ഡൊമിനിയാണ്. അതിൽ ലാറ്റിൻ ഭാഷയിലുള്ള ഈ പദത്തിൻ്റെ അർത്ഥം ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്സ് ബർത്ത് എന്നാണ്. അതായത് യേശു ക്രിസ്തുവിൻ്റെ ജനന വർഷത്തിൽ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ AD ഉണ്ട്, BC ഉണ്ട്. ഇതിനെ CE എന്നും BCE എന്നും നമുക്ക് വിശേഷിപ്പിക്കാം, എന്നും ഇങ്ങനെ പറയാറുണ്ട്. ഇനി ഇതിനകത്ത് എന്താണ് നൂറ്റാണ്ട് എന്നാണ് പറയുന്നത്. ഒരു നൂറ്റാണ്ട് എന്നത് 100 വർഷം. ഉദാഹരണത്തിന് AD 1 മുതൽ 100 വരെയുള്ളത് 1-ാം നൂറ്റാണ്ടാണ്. അപ്പോൾ 1901 മുതൽ 2000 വരെയുള്ളത് 20-ാം നൂറ്റാണ്ടാണ്. നമുക്ക് 5ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ, സോഷ്യൽ സയൻസിലെ 1ാമത്തെ ചാപ്റ്ററായ ചരിത്രാതീത കാലം എന്ന ആ പാഠത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്ന് നോക്കാം. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലം അറിയപ്പെടുന്ന പേര് എന്താണ്? ചരിത്രാതീത കാലം എന്നാണ് അറിയപ്പെടുക. അടുത്ത ചോദ്യം, ചരിത്രാതീത കാലത്തെക്കുറിച്ച് തെളിവ് നൽകുന്നത് ഭീംബേത്ക ഗുഹ ചിത്രങ്ങളാണ്. അതേപോലെ നോക്കൂ, എഴുതപ്പെട്ട രേഖകളുള്ള കാലം അറിയപ്പെടുന്ന പേരെന്താണ്? ചരിത്രകാലം എന്നാണ് പറയുക അല്ലേ? എഴുതപ്പെട്ട രേഖകളുള്ള കാലം അറിയപ്പെടുന്നത് ചരിത്രകാലം. അടുത്ത ചോദ്യം, ചരിത്രകാലത്തെക്കുറിച്ച് തെളിവ് നൽകുന്ന സ്രോതസ് ഏതൊക്കെയാ? പുസ്തകങ്ങൾ, താളിയോലകൾ, ശിലാലിഖിതങ്ങൾ, പഴയകാല നാണയങ്ങൾ, ഇതെല്ലാമാണ് ചരിത്രകാലത്തെക്കുറിച്ച് തെളിവ് നൽകുന്ന സ്രോതസ്സുകൾ. അടുത്ത് നോക്കൂ, കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളോ ശേഷിപ്പുകളോ സൂക്ഷിക്കുന്ന സ്ഥലത്തിന് പറഞ്ഞ പേരാണെന്ത്? മ്യൂസിയം. അടുത്ത് നോക്കൂ, പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന 200 വർഷത്തിലധികം പഴക്കമുള്ള കോട്ട ഏതാണ്? പാലക്കാട് കോട്ടയാണ്, പാലക്കാട് കോട്ട. അടുത്ത ചോദ്യം, പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര രീതി ഏതൊക്കെയാണ്? കുടക്കല്ല്, നന്നങ്ങാടികൾ എന്നൊക്കെയാണ്. ഇത് പ്രീവിയസ് ഇയർ ചോദ്യമാണ്. പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര രീതി ഏതാണ്? കുടക്കല്ല്, നന്നങ്ങാടികൾ. അടുത്ത ചോദ്യം നോക്കൂ, അത് നമുക്കറിയാലോ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അറിയാം അല്ലേ? അതൊന്നും വേണ്ട. അടുത്ത് നോക്കി, കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം ഏതാണ്? 1956 കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം. ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയ വർഷം 1930 അല്ലേ? കേരളത്തിൽ ആരാണ്? കേളപ്പൻ അല്ലേ? ഓക്കെ. അതേപോലെ നോക്കൂ, ഇന്ന് ലോകത്ത് പൊതുവായി കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്ന ഏതാണ്? ക്രിസ്തു വർഷമാണ് നമ്മൾ കാലം അല്ലേ? നമ്മൾ വർഷങ്ങൾ പറയാൻ ഉപയോഗിക്കുന്നത് ഏതാ? ക്രിസ്തു വർഷമാണ്. അടുത്ത് നോക്കൂ, നമ്മൾ AD എന്ന് പറയും അല്ലേ? അതിൻ്റെ ഫുൾ ഫോം എന്താണ്? അന്നോ ഡൊമിനി എന്നാണ്. അന്നോ ഡൊമിനി എന്നാണ് ADൻ്റെ ഫുൾ ഫോം. അടുത്ത് നോക്കൂ, ലാറ്റിൻ ഭാഷയിലുള്ള ഈ പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്സ് ബർത്ത് എന്നാണ്. ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്സ് ബർത്ത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ ജനന വർഷത്തിലെ അതിനാണ് എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത്. അടുത്ത് നോക്കൂ, നമ്മൾ ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലം എങ്ങനെയാണ് പറയുക? AD. നമ്മൾ മുന്നേ പറഞ്ഞു അല്ലേ? അന്നോ ഡൊമിനി. അടുത്ത് നോക്കൂ, ക്രിസ്തു ജനിക്കുന്നതിന് മുൻപുള്ള കാലമോ? BC എന്ന് പറയും, ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറയും, ബിഫോർ ക്രൈസ്റ്റ്. അടുത്ത ചോദ്യം, AD BC ഇപ്പോൾ യഥാക്രമം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? CE അതേപോലെ BCE എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. CE എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഇറ എന്നറിയപ്പെടും. നമ്മൾ BCക്ക് പകരം BCE എന്ന് പറയുന്നത് എന്താണ്? ബിഫോർ കോമൺ ഇറ എന്നറിയപ്പെടുന്നു. ഓക്കെ. ഒരു നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാവും 100 വർഷമാണ്. AD 1 മുതൽ 100 വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് പേരാണെന്ത്? 1-ാം നൂറ്റാണ്ട്. AD 1 മുതൽ 100 വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് 1-ാം നൂറ്റാണ്ട്. അങ്ങനെയാണെങ്കിൽ 2020 നൂറ്റാണ്ടാണ്? 21-ാം നൂറ്റാണ്ട് അല്ലേ? 2020. അടുത്ത് നോക്കൂ, വർഷം AD 2014 നൂറ്റാണ്ട് ഏതാണ്? 21-ാം നൂറ്റാണ്ട് അല്ലേ? 1947 എന്ന് പറയുന്നതോ 20-ാം നൂറ്റാണ്ട്. 1857 എന്ന് പറഞ്ഞാലോ 19-ാം നൂറ്റാണ്ട് അല്ലേ? ഇനി BC 260 എന്ന് പറഞ്ഞാലോ
3-ാം നൂറ്റാണ്ട്. BC 326 എന്ന് പറഞ്ഞാലോ 4-ാം നൂറ്റാണ്ട്. അപ്പം ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. നമ്മൾ കൃത്യമായിട്ട് മറക്കാതെ സൂക്ഷിച്ച് വെക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഇത്രയുമാണ്. നമ്മൾ ഓൾറെഡി ക്ലാസ് തന്നു, അതിനുശേഷം അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നു. ഇത്രയുമാണ് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ 1ാമത്തെ ഭാഗത്തിൽ നിന്ന് വരുന്നത്. അപ്പം തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ എന്ത് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാൻ എന്ത് ചെയ്യുക, ഒരു പ്രോത്സാഹനം. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. താങ്ക് യു.